Hi friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. നമ്മളുടെ ബാങ്ക് എക്സാംസിന്റെ സമയമാണ് അല്ലേ? അപ്പൊ IBPS എക്സാംസ്, IBPS ക്ലർക്ക് എക്സാംസ് അല്ലേ? സോ ഈ എക്സാംസിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് അവയർനെസ്സും കമ്പാരിസണും, അതായത് ബാങ്ക് എക്സാംസ്, ക്ലർക്ക് പോസ്റ്റിലേക്കുള്ള ബാങ്ക് എക്സാംസ് ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് അതിന്റെ സിലബസ്, അപ്പൊ അതിന്റെ ഒരു ടോട്ടൽ കമ്പാരിസൺ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ത്രൂ ഔട്ട് കാണുക, ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, സോ നമുക്കറിയാം ബാങ്ക് ക്ലർക്ക് എക്സാംസിൽ പ്രധാനമായിട്ട് നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളത് IBPS എക്സാംസ് ആണ്. IBPS എക്സാംസ് രണ്ട് കാറ്റഗറിയിലായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്ക്സ് ആയിട്ടുള്ള കനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഇങ്ങനെയുള്ള ബാങ്കുകൾസ് ഉണ്ടല്ലോ. ഇതിൽ എല്ലാത്തിലേക്കും കൂടിയുള്ള IBPSന്റെ ക്ലർക്ക് എക്സാംസ് ഉണ്ട്. അതോടൊപ്പം തന്നെ IBPS തന്നെയാണ് RRBയുടെ ബാങ്ക്സിലേക്കുള്ള എക്സാംസും കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് കൂടാതെ SBI ക്ലർക്ക് എക്സാംസ് ഉണ്ട് ആൻഡ് NICL ഉണ്ട്. NICLനെ കുറിച്ച് പറയുകയാണെങ്കിൽ NICL ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു. ഓഗസ്റ്റ് 27-ാം തീയതി അതിന്റെ പരീക്ഷയാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സെയിം സിലബസ് ആണ്. അപ്പോൾ ഒറ്റ പഠിത്തം മതി നമുക്ക് ഈ എക്സാംസിനെല്ലാം കൂടി എഴുതാനും പറ്റും. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ട് എങ്കിൽ IBPS ക്ലർക്ക് എക്സാംസ്, SBI ക്ലർക്ക് എക്സാംസ്, NICL അസിസ്റ്റന്റ് എക്സാംസ്. ഓക്കെ, ഇതിനകത്ത് RRB ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. RRBയെ കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് പറയാം. ഇവിടെ IBPS ക്ലർക്ക് എക്സാംസിലായാലും SBIയിലായാലും NICLിലായാലും പ്രധാനമായിട്ടും 3 സബ്ജക്ട്സ് ആണ് വരുന്നത്. ഒന്ന് ഇംഗ്ലീഷ്, 2 ന്യൂമറിക്കൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, 3 റീസണിങ് എബിലിറ്റി. ഈ 3 സബ്ജക്ട്സ് ആണ് വരുന്നത്. 3ലും 30 ക്വസ്റ്റ്യൻ ആണ്. IBPS ക്ലർക്ക് എക്സാംസിൽ 30 ക്വസ്റ്റ്യൻ 30 മാർക്ക് 20 മിനിറ്റ്. അതേപോലെ തന്നെ SBI ക്ലർക്ക് എക്സാംസിലും സെയിം തന്നെയാണ്. 30 ക്വസ്റ്റ്യൻ 30 മാർക്ക് 20 മിനിറ്റ്. ആൻഡ് NICLിലും 30 ക്വസ്റ്റ്യൻ 30 മാർക്ക് 20 മിനിറ്റ്. അപ്പൊ ഇംഗ്ലീഷിന് 20 മിനിറ്റ് ആണ്, 30 ക്വസ്റ്റ്യൻ ആണ്, 30 മാർക്കാണ്. 3ലും സെയിം തന്നെയാണ്. അതേപോലെ തന്നെയാണ് ന്യൂമറിക്കൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയിലും 35 ക്വസ്റ്റ്യൻ 35 മാർക്ക് 20 മിനിറ്റ്. 3ലും സെയിം തന്നെയാണ്. ആൻഡ് ഫൈനലി റീസണിങ് എബിലിറ്റിയിലും ഇതേപോലെ തന്നെയാണ്. 35 ക്വസ്റ്റ്യൻ 35 മാർക്ക് 20 മിനിറ്റ്. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക് 1 മണിക്കൂറിന്റെ എക്സാം. ഇവിടുത്തെ ഹൈലൈറ്റ് പണ്ട് തന്നെ ബാങ്ക് എക്സാംസിന്റെ അങ്ങനെ തന്നെയാണ്. എന്താണ്? അതായത് സെഷണൽ ടൈമറും ഉണ്ടാവും, സെഷണൽ കട്ട് ഓഫും ഉണ്ടാവും. നിങ്ങൾക്ക് സെഷണൽ ടൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിന്റെ ഈ 20 മിനിറ്റിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് ഞാൻ നേരത്തെ ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് മാത്സ് എടുക്കാം എന്ന് പറ്റില്ല. അപ്പൊ ആ ഒരു ടൈം നമ്മൾ എക്സ്ക്ലൂസീവ്ലി ഇംഗ്ലീഷിന് വേണ്ടി തന്നെ യൂട്ടിലൈസ് ചെയ്യുക. മാത്സ് ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, സോ നിങ്ങൾക്ക് 35 മിനിറ്റിന് മാക്സിമം കിട്ടുന്നത് 20 മിനിറ്റ് ആണ് മാത്സിൽ. അതേപോലെ തന്നെ റീസണിങ്ങിൽ 35 ക്വസ്റ്റ്യന് 35 മാർക്കിന് നമുക്ക് കിട്ടുന്നത് 20 മിനിറ്റ് തന്നെയാണ്. സോ ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കമ്പാരിസൺ. ഏത് തമ്മിൽ? IBPS ക്ലർക്ക് എക്സാംസും SBI ക്ലർക്ക് എക്സാംസും NICL അസിസ്റ്റന്റ് എക്സാംസും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു IBPS 2 കാറ്റഗറിയിലേക്കായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് IBPSന്റെ ബാങ്ക്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ബാങ്കുകൾ, അതോടൊപ്പം തന്നെ RRBയിലേക്ക് വേണ്ടി, അതായത് റീജിയണൽ റൂറൽ ബാങ്കിലേക്ക് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ പോസ്റ്റിന്റെ പേര് എന്താണ്? IBPS RRB അസിസ്റ്റന്റ് ആണ്. അതിനും നമുക്ക് ഇതുപോലെ തന്നെ പ്രിലിംസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും സെയിം ആണ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, അവിടെ ഇംഗ്ലീഷ് ഇല്ല. എന്ത് മാത്രമേ ഉള്ളൂ? റീസണിങ് എബിലിറ്റിയും ന്യൂമറിക്കൽ എബിലിറ്റിയും മാത്രമേ ഉള്ളൂ. 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്, ടോട്ടൽ 80 മിനിറ്റ്. ഈ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ RRB എക്സാംസുമായിട്ട് നമുക്ക് വരുന്നത്. സോ ഈ എല്ലാ എക്സാംസിനും, ഈ പറയുന്ന ബാങ്ക് എക്സാംസിന്റെ കീഴിൽ വരുന്ന എല്ലാ എക്സാംസിനും എന്ത് തന്നെയാണ്? സെയിം സിലബസ് ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാത്തിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രിലിംസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. എക്സാംസിനെല്ലാം 2 ടയർ ഉണ്ട്. പ്രിലിമിനറി എക്സാം ഉണ്ട്, മെയിൻ എക്സാം ഉണ്ട്. പ്രിലിമിനറി എക്സാമും മെയിൻ എക്സാമും തമ്മിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. മെയിൻസിൽ ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ് ഉണ്ടാവും. ആ ഒരൊറ്റ ടോപ്പിക്ക് മാത്രമേ അവിടെ കയറി വരുന്നുള്ളൂ. ബാക്കി ഇംഗ്ലീഷും മാത്സും റീസണിങ് എബിലിറ്റിയും എല്ലാം അതുപോലെ തന്നെ ഉണ്ടാവും. ഒറ്റ ടോപ്പിക്കിന് അഡീഷൻ മാത്രമാണ് മെയിൻസിൽ വരുന്നത്. ഓക്കെ, ഇനി അറിയേണ്ടത് ഇതിന്റെ കലണ്ടറാണ്. IBPS എപ്പോഴും കലണ്ടർ ഉണ്ടാവും. ഓക്കെ, IBPS ക്ലർക്കൽ എക്സാംസിന് 2026 കലണ്ടർ പ്രകാരം ഒക്ടോബർ 10-11 ഇതിന്റെ പ്രിലിംസ് വരുന്നത്. മെയിൻസ് വരുന്നത് 27 ഡിസംബർ 2026 ഇതിന്റെ മെയിൻസ് വരുന്നത്. ഇനി RRB ക്ലർക്കിലേക്ക് പോകുമ്പോൾ പ്രിലിമിനറി എന്ന് പറയുന്നത് ഡിസംബർ 6, 12, 13 തീയതികളിലായിട്ട് പ്രിലിംസും മെയിൻസ് ജനുവരി 30, 2027 നടക്കും. സോ ഇതാണ് ഇതിന്റെ എക്സ്പെക്റ്റഡ്
അല്ലെങ്കിൽ ഇതിന്റെ ആസ് പെർ ദി കലണ്ടർ എക്സാം ഡേറ്റ്സ് എന്ന് പറയും. ഓക്കെ, സോ അതോടൊപ്പം തന്നെ NICL നമ്മൾ നേരത്തെ പറഞ്ഞു പ്രിലിംസ് ഓഗസ്റ്റ് 27 നടക്കാൻ പോവുകയാണ്. ഓൾറെഡി കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വളരെ NICLന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത്യാവശ്യം 85,000 രൂപ മുതലുള്ള സ്റ്റാർട്ടിംഗ് പാക്കേജിൽ വരുന്ന ഒരു ജോബ് പോസ്റ്റ് ആണിത്. സോ അതും വളരെ സക്സസ്ഫുള്ളി നടക്കുന്നുണ്ട്. ആൻഡ് അതിന്റെ മെയിൻസ് വരുന്നത് ഒക്ടോബർ 30 ഇനി SBI ക്ലർക്ക് നമ്മൾ പറഞ്ഞു, IBPS എക്സാംസിന്റെ കേസ് നമ്മൾ പറഞ്ഞു, ഇതേപോലെ തന്നെ SBI ക്ലർക്ക് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ SBI ക്ലർക്ക് എന്ന് പറയുന്നത് അതിന്റെ കലണ്ടർ പ്രിപ്പയർഡ് അല്ല, പക്ഷെ നമ്മൾ ഇതിനെ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 2026 അവസാനത്തോടു കൂടിയാണ് നമ്മൾ SBI ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്യുന്നത്. സിലബസ് ഒക്കെ സെയിം തന്നെയാണ്. ഈ ഒരു 8 എക്സാമിന് അല്ലെങ്കിൽ ഈ 4 എക്സാംസിന് നമുക്ക് ഒരേപോലെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ബാങ്ക് എക്സാംസിനെ കുറിച്ചുള്ള കമ്പാരിസൺ. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തിന് ഞാൻ ബാങ്ക് എക്സാമിന് അപ്ലൈ ചെയ്യണം? തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഒരു ജോബ് തന്നെയാണ്. കാരണം ഏറ്റവും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോബാണ്, പ്രത്യേകിച്ച് IBPS ക്ലർക്ക് എന്ന് പറയുന്നത്. എന്തിന് ഞാൻ ബാങ്ക് എക്സാമിന് അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബാങ്ക് എക്സാം, പ്രത്യേകിച്ച് ക്ലറിക്കൽ പോസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും സേഫ് ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണ്. അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പാക്കേജ് ഉണ്ട്. അതോടൊപ്പം തന്നെ അലവൻസസ് ഒരുപാടുണ്ട്. അലവൻസസ് എന്ന് പറയുമ്പം അവിടെ എന്തൊക്കെ വരുന്നുണ്ട്? നമുക്ക് 2 years കൂടുമ്പോൾ നമ്മുടെ ഫാമിലി ആയിട്ട് ഒന്ന് കറങ്ങാൻ പോവാം, അതിന് ഒരു എമൗണ്ട് ഉണ്ട് നമുക്ക്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, HRA, ഇനി അതല്ല നിങ്ങൾ ട്രാൻസ്ഫർ ആയി എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് HRAക്ക് പകരം ഹൗസ് റെന്റ് അല്ലാതെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു മേഖലയാണ് ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഒരു ജോലി നോക്കുന്ന ഉദ്യോഗാർത്ഥിയാണ്, സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും IBPS നല്ലൊരു ഓപ്ഷനാണ്. നല്ലൊരു എക്സ്പോഷർ കിട്ടുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെ ഉള്ളൂ ഇത്. സോ ഈസി ആയിട്ട് പഠിക്കുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ IBPSന്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ 9249089284 കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.